ഇന്ന് ഈ പറഞ്ഞതുപോലെ ലോക പ്രണയ ദിനമാണ്. പ്രണയിക്കുന്നവരും പ്രണയിക്കാനൊരുങ്ങുന്നവരും പരസ്പരം ഹൃദയങ്ങൾ പങ്കുവയ്ക്കുന്ന ദിവസം. ഈ ദിവസത്തിൽ ചേർത്തല കിൻഡർ ഹോസ്പിറ്റലിൽ ഗർഭിണിയായ അമ്മമാർക്ക് വേണ്ടി ഒരു പ്രത്യേക മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇങ്ങനൊരു പ്രണയ ദിനത്തിൽ ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിക്കാനുള്ള സാഹചര്യം എന്തെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ 6 മാസം കഴിഞ്ഞ കുട്ടികൾ ഗർഭാവസ്ഥയിൽ സംഗീതവും മറ്റും ആസ്വദിക്കുമെന്നാണ് ഈ പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മമാർക്ക് വേണ്ടി സംഗീത മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഷാജഹാൻ ഉണ്ട് അവർക്കൊപ്പം. ഷാജാൻ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് കീർത്തി. ഷാജാൻ, ഈ പ്രണയദിനം അത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ആഘോഷിക്കാനുള്ളൊരു ദിനമാണ്. അതിപ്പോൾ ഈ ഗർഭിണികളായവർ അവർക്ക് വേണ്ടി ഒരു മത്സരം സംഘടിപ്പിക്കുന്നു. കുട്ടികൾക്ക് സംഗീതം ആസ്വദിക്കാനുള്ള തരത്തിൽ ഇങ്ങനെ ഒരു അവസരമൊക്കെ ഒരുക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ, അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ എങ്ങനെ? കീർത്തി, ഞാനിപ്പോൾ നിൽക്കുന്നത് കിൻഡർ ഹോസ്പിറ്റൽ ഒരുക്കിയിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ തന്നെയാണ്. ഇപ്പോൾ കീർത്തി സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു സംഗീത മത്സരം നടന്നു. ഏതാണ്ട് 100-ലധികം ആളുകൾ, മത്സരാർത്ഥികൾ ഇതിൽ പങ്കെടുത്തു. അതിൻ്റെ ഒടുവിൽ ഏതാണ്ട് 4-5 പേരാണ് എത്തിയിരിക്കുന്നത്. അവരുടെ ഫൈനൽ മത്സരം ഇന്ന് വൈകിട്ട് നടക്കും. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ള അതിൻ്റെ ചെയർമാനുണ്ട്, അതോടൊപ്പം തന്നെ ഡോക്ടർ നീനയുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുണ്ട്. നമുക്ക് ചെയർമാനോട് തന്നെ ചോദിക്കാം, ഈ കിൻഡർ ഹോസ്പിറ്റൽ എന്താണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ പിന്നിൽ എന്താണ്? നിങ്ങളിപ്പോൾ ഒട്ടനവധി ചാരിറ്റികളൊക്കെ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പാണ്. സുപ്രഭാതം. കിൻഡർ സ്പന്ദനം സീസൺ 2 ആണിത്. ഇപ്പോൾ ഈ ഒരു സീസൺ 2 സ്പന്ദനം എന്നൊരു പ്രോഗ്രാം തുടങ്ങിയത് തന്നെ സ്പന്ദനം എന്താണ് സ്പന്ദനം എന്നുള്ള ഉദ്ദേശം, ഇവർ ഗർഭിണികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായ സംഗീതം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയസ്പന്ദനമാണ്. അതാണ് സ്പന്ദനം. അപ്പോൾ അതിലാണ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് വാലന്റൈൻസ് ദിനമാണ്. ഇപ്പോൾ വാലന്റൈൻസ് ദിനം എന്ന് പറയുമ്പോൾ റൊമാൻസിൻ്റെയും സ്നേഹത്തിൻ്റെയും ദിവസമാണ്. അത് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ആ ദിവസം തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്തു. ഇപ്പോൾ ഡോക്ടറോടൊരു മിനിറ്റ്, ഇതെങ്ങനെയാണ് ഈ കുട്ടികൾ ഈ സംഗീതം ആസ്വദിക്കുക ഗർഭാവസ്ഥയിൽ? തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഈ സംഗീതത്തിന് ഉണ്ട്. ഇപ്പോൾ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് സംഗീതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 4 മാസം ഗർഭാവസ്ഥയിലുള്ള കുട്ടി തന്നെ ഒരു മ്യൂസിക്കിനോട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ള പഠനങ്ങളുണ്ട്. അതുപോലെ തന്നെ 4 മാസം ആകുമ്പോഴത്തേന് കുഞ്ഞുങ്ങളുടെ ശ്രവണേന്ദ്രിയങ്ങൾ ഡെവലപ്പായിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള പഠനങ്ങളുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ കുഞ്ഞ് ജനിച്ചിട്ടുള്ള ബിഹേവിയറൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഈ നല്ലൊരു ഫ്രീക്വൻസിയിലുള്ള സംഗീതം കേൾപ്പിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ചില റിസൾട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ കുറേ നല്ല കെമിക്കൽസ് ഉണ്ടാവുന്നു ഈ സംഗീതം കേൾക്കുമ്പോൾ. അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലത്തെ ഒരു പോസിറ്റീവ് എഫക്റ്റ് തന്നെ ഉണ്ടാക്കും. ഇപ്പോൾ സാറ് മറ്റ് പല ചാരിറ്റികളും ചെയ്യുന്നതോടൊപ്പമാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു പ്രോഗ്രാം, ഏതാണ്ട് ഒരു വലിയ പ്രോഗ്രാമാണ് ഇന്ന് ഇവർക്ക്. ഇതോടൊപ്പം തന്നെ ഇവിടുത്തെ കപ്പിൾസിന് ഏതാണ്ട് ഡിന്നറും ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയൊരു പ്രോഗ്രാമാണ് അല്ല ഇവിടെ ഈ നമ്മുടെ ആശുപത്രിയിൽ എത്തുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന. മാത്രമല്ല ഇതിപ്പോൾ ഒരു മ്യൂസിക് തെറാപ്പി കൂടാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, കിൻഡറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെറാപ്യൂട്ടിക് സെഷനാണ്. തെറാപ്യൂട്ടിക് സെഷൻ എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് ചികിത്സ ഗർഭകാലത്ത്. ഒന്ന് കൺവെൻഷണൽ ചികിത്സ, ഒന്ന് അൺകൺവെൻഷണൽ ചികിത്സ. കൺവെൻഷണൽ ചികിത്സ എന്ന് പറയുമ്പോൾ ഇവർ കൊടുക്കുന്ന സ്കാനിങ്ങും മരുന്നും എല്ലാം ആണ് കൺവെൻഷണൽ ചികിത്സ. ഇതൊരു അൺകൺവെൻഷണൽ ചികിത്സയാണ്. കാരണം ഇവരെ എൻഗേജ് ചെയ്യിക്കുക, ഓരോ മാസവും ഇവരെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ എൻഗേജ് ചെയ്യുമ്പോൾ ഓരോ മാസത്തെ പ്രിപ്പറേഷനും ഇവർ ആ ഗർഭകാലത്തെ അവസ്ഥയിൽ നിന്നും കുറച്ച് മാറി ചിന്തിക്കും. മനസ്സ് റിലാക്സ്ഡ് ആവും, അവർ ഗ്രൂമിങ്ങിന് റെഡിയാവും, പാട്ടിന് തയ്യാറാവും. അപ്പോൾ അത് അവരെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും അത് എൻ്റെ കേക്ക് മിക്സിങ്ങിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞപ്പോൾ തന്നെ കേക്ക് മിക്സിങ് കഴിഞ്ഞതോടെ 1-2 പേര് നേരെ ആശുപത്രിയിൽ പോയി പ്രസവിച്ചു. അപ്പോൾ അത്രയും അവർ അതിന് തയ്യാറായിരുന്നു. ഈ പ്രസവത്തിൻ്റെ അവസാന സമയം വരെ അവർ ഇതിനോട് തയ്യാറെടുപ്പിലും പ്രിപ്പറേഷനിലും ആയിരുന്നു. ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മ്യൂസിക് കോമ്പറ്റീഷനെ കാണുന്ന? മത്സരബുദ്ധി ഉണ്ടോ അതോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക? ഇല്ല, കുറച്ചുകൂടെ ഒരു ടെൻഷനൊക്കെ കുറയുന്നതിൻ്റെ ഒരു ഇതുപോലെ തോന്നും. പിന്നെ നമ്മൾ കൂടുതലും ഛർദിലിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് പകരം പാട്ടിൻ്റെ വരികളെക്കുറിച്ചായിരിക്കും കൂടുതൽ ആലോചന. ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു പ്രോഗ്രാമിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഒരു രസം. നമ്മൾ സാധാരണ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എല്ലാത്തിൽ നിന്നും പുറകോട്ട് മാറ്റപ്പെടുന്ന ഒരു ടൈമാണല്ലോ.
അപ്പോൾ അതിൽ ആ പ്രത്യേകം ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് അത് നടത്തുമ്പോഴത്തേക്ക് നമുക്ക് മുന്നോട്ട് വരാനുള്ളൊരു അവസരവും കൂടിയാണത്. രണ്ടുപേരും ഇന്ന് പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ടിൻ്റെ രണ്ടുപേരും ഒന്ന് പാടാവാം. പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ടിൻ്റെ വേണ്ട, വേറെ പാട്ട്. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. എവിടുന്നാണ് വരുന്നത് മാഡം? ഞാൻ തങ്കി ജംഗ്ഷൻ. ജംഗ്ഷൻ. ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത്? ഞാൻ ചാഞ്ചാടിയാടി പാട്ട് പാടും. സംഗീതം കുട്ടികൾ മാത്രമല്ല, എല്ലാവരും ആസ്വദിക്കുന്നു. ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങ് നീ, ആകാശത്തു ഞാലാട് നീ, കാണാക്കിന കണ്ടുറങ്ങ് നീ. ഇതിപ്പോഴേ ശരിക്കും ഇവരുടെയൊക്കെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനുള്ളൊരു അവസരം കൂടി സാർ ഇത് ചെയ്ത് കൊടുക്കുകയാണ്. അതെ, കഴിവുകൾ പുറത്ത് കൊണ്ടുവരുന്നതിനോടൊപ്പം ഞാൻ അവരോട് പറയായിരുന്നു, വളരെ സീരിയസ് ആയിട്ടൊന്നും എടുക്കരുത്. കാരണം ഇതൊരു ചികിത്സയുടെ ഭാഗമാണ്. സീരിയസ് ആയിട്ട് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഉദ്ദേശശുദ്ധി മാറും. നമ്മുടെ ഉദ്ദേശശുദ്ധി ഇവരെ ഗർഭകാലം ഭംഗിയായിട്ട് കൊണ്ടുപോവുക, ആരോഗ്യമായ കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാനസികമായിട്ട് വിഷമം വരരുത്. പ്രൈസ് കിട്ടിയാലും ഇല്ലെങ്കിലും സന്തോഷത്തോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശം. ഗർഭകാലത്ത് എല്ലാത്തിനും നോ ആണ് പറയുക, അല്ലേ? അപ്പം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ നൽകുക, നിങ്ങളുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും, ഇതാണ് ഉദ്ദേശം. അപ്പോൾ ആ ഉദ്ദേശശുദ്ധി മാറ്റിമറിക്കുക. നിങ്ങളുടെ സ്ട്രെസ്സ് കൊണ്ടുവന്നിട്ട്, സ്ട്രെസ്സ് ഒരിക്കലും കൊണ്ടുവരരുത്. ഇപ്പോൾ ഡോക്ടർ ഇത് കേട്ടപ്പോൾ ഡോക്ടർ സാധാരണ ഇവരെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നവരാണ്. എങ്ങനെയാണ് തോന്നുന്നത് ഇവരുടെ പാട്ടും? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ആശയം തന്നെ വളരെ പുതുമയുള്ളതും വളരെ നല്ലതുമായിട്ട് തന്നെ തോന്നുന്നു. ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മൾ ഒരു കുഞ്ഞായി കഴിയുമ്പോൾ നമ്മൾ ഒരു സ്ത്രീകൾ ജനറലി ഇപ്പോൾ കുഞ്ഞിന് ചൈൽഡ് റെയറിങ് ആ ഒരു രീതിയിലേക്ക് പോവുകയാണ്. നമ്മളുടെ ടാലൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ സപ്രസ്ഡായി പോവും. പിന്നെയാണ് നമുക്കിതിനെക്കുറിച്ചൊരു ചിന്ത തിരിച്ചു വരിക. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് നോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ലൈക്ക് യു ഹാവ് ടു ഗോ അലോങ് വിത്ത് ലൈഫ്. പ്രഗ്നൻസി ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. സോ അലോങ് വിത്ത് ദാറ്റ് യു ഹാവ് ടു ഡു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മ്യൂസിക് ഇഷ്ടമുള്ളവർ മ്യൂസിക് ചെയ്യണം. അത് കുഞ്ഞായി എന്നുള്ള രീതിയിൽ നമ്മൾ നിർത്തരുത്. പിന്നെ ഈ പാട്ട് പാടാത്ത അമ്മമാരില്ലല്ലോ. എല്ലാം ഇപ്പോൾ ഞാനും കുഞ്ഞുണ്ടായതിനു ശേഷം ഞാനും ഒരു പാട്ടുകാരിയായി. ഡോക്ടറും പാടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ, പക്ഷേ ഈ ഗർഭാവസ്ഥയിൽ തന്നെ പാടുന്നത് അതിലും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്, ഇവരുടെ ഈ പ്രോഗ്രാമിനെ? വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം മാം പറഞ്ഞതുപോലെ എന്താ പറയുക, ഇങ്ങനൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് തന്നെയാണ് കേരളത്തിലും, എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എനിക്കറിയില്ല, ഇന്ത്യയിലും ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ്. ഞാനിവിടെ ചേർത്തല തങ്കി. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ കിൻഡറിനോട് ഭയങ്കര. ഏത് പാട്ടാ പാടിയത് കഴിഞ്ഞ മത്സരത്തിലൊക്കെ, ആദ്യ റൗണ്ട് മത്സരങ്ങളിലൊക്കെ? അത് ഓലത്തുമ്പത്ത് എന്ന് പറഞ്ഞിട്ട് ആ പാട്ടാണ്. ചെറിയൊരു ജലദോഷവും പിടിച്ചു കൂടെ. ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളേ, എൻ്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി, വെള്ളം കോരിക്കൊളിപ്പിച്ച് കിന്നരിച്ചോ മനിച്ചയ്യാ, എൻ്റെ മാരിപ്പളങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി, ചൊല്ലിനാവേരരുതേ കണ്ടു കണ്ണേരരുതേ, പിള്ളദോഷം കളയാൻ മുളുപുള്ളോർക്കുടമേ, ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ല പൈങ്കിളേ, എൻ്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി. പാട്ടാ പാടുന്ന? രാജഹംസമേ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, ഇവിടെ എൻ്റെ സ്നേഹഗായകൻ, ഓ രാജഹംസമേ.
കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ അമ്മമാരൊക്കെ നല്ല രീതിയിൽ പാടുന്നുണ്ടല്ലോ സാറേ. അല്ല, അതാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തെറാപ്യൂട്ടിക് സെഷൻ എന്ന് പറയുമ്പോഴും ഇവരെ ടാലൻസൊക്കെ വളരെ ഹൈ ആണ്, സ്റ്റാൻഡേർഡ്. എന്ത് ഭംഗിയായിട്ട് എല്ലാവരും പാടുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇന്നിപ്പോൾ ഔസേപ്പച്ചൻ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോട്ട് ടാലൻറ്റഡ് ആണെങ്കിൽ സിനിമയിലും കിട്ടാൻ സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫ്യൂച്ചർ സിനിമ ഗായികരായിട്ട് വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് കപ്പിൾസിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്താ? ഇന്ന് വാലൻസ് ഡേ നമ്മളൊരു വാലൻസ് ഡേ ഡിന്നർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 250 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കപ്പിൾസ്. 250 പേരെന്ന് പറഞ്ഞാൽ 500 പേരുണ്ടാവും. അപ്പോൾ അത് വാലൻസ് ഡേ ഒരു മെമ്മറബിളായിട്ട് കിൻഡർ ആഘോഷിക്കുകയാണ് നമ്മുടെ ചേർത്തലയിലെ കപ്പിൾസിനെ കൂടെ. എന്തായാലും വളരെ നല്ല കാര്യമാണ്. പിന്നെ ഡോക്ടർക്കും എന്തായാലും ഈ പരിപാടി ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ഇത് സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഗൈനക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്ക് അതൊക്കെ മറക്കുന്നൊരു സാഹചര്യം ഉണ്ടോ? ഡോക്ടർ എന്ന നിലയിലല്ലേ, തീർച്ചയായിട്ടും ഇങ്ങനെ പാട്ട് കേൾക്കുന്നതും പാടുന്ന എല്ലാവർക്കും ഒരു ഈ പറഞ്ഞ പോലെ നല്ല ശരീരത്തിന് തന്നെ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാനും എൻജോയ് ചെയ്യും. എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. ഡോക്ടർ എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും അല്ലേ അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ തന്നെയാണ്. കാരണം സ്ത്രീകൾക്ക് കിൻഡർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചാരിറ്റി മാത്രമല്ല, സൗജന്യ ചികിത്സ കിൻഡർ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ബാംഗ്ലൂരായിരുന്നു ഞാൻ. ബാംഗ്ലൂർ യൂണിറ്റിൽ 2 കോടിയുടെ സൗജന്യ ചികിത്സയാണ് ഞങ്ങൾ ഓഫർ ചെയ്തത്. ഇപ്പം ചേർത്തലയിൽ അത് ഡ്യൂ ആണ്. നമ്മളൊരു 10 വർഷം മുമ്പാണ് അത് ചെയ്തത് ഇവിടെ. അതോടനെ ഇനി ഒരു സൗജന്യ സർജറിയുടെ പ്രോഗ്രാം കൂടെ ഇവിടെ ചേർത്തലയിൽ ചെയ്യുന്നതാണ്. ഇത് തന്നെ വലിയൊരു കാര്യമാണ്. കാര്യം ഇത്രയും കഴിവുള്ള കലാകാരന്മാരെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഒരു പാട്ടുകൂടെ ഒന്ന് പാടിക്കാൻ. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി, പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി. എന്തായാലും ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് മനസ്സ് തോന്നിയ കിൻഡർ ഗ്രൂപ്പിന് ആദ്യം നന്ദി പറയുന്നു. എന്തായാലും ഈ പ്രണയദിനത്തിൽ ഇങ്ങനെ വലിയൊരു കാര്യം ചെയ്ത് പ്രണയിക്കുന്നവരെയും പ്രണയിക്കാനായിട്ട് മുന്നോട്ട് വരുന്നവർക്കും ഒക്കെ പ്രോത്സാഹനം നൽകുന്ന കിൻഡർ ഹോസ്പിറ്റലിനും അതോടൊപ്പം തന്നെ ഈ പ്രണയദിനത്തിൽ കൂടുതൽ സ്നേഹവും സൗഹൃദവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഷാജഹാൻ, ആലപ്പുഴ.